നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയെ കീടും സ്നേഹത്തേക്കാ ലോകം നൽകിയിടും സ്നേഹത്തേക്കാ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് പാടുമ്പോൾ അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൂടി ഒന്ന് വർണ്ണിക്കുക അതിവിശിഷ്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, 2003 എൻ്റെ യേശുവിൻ്റെ വലിയ ഒരു സ്നേഹത്തിൻ്റെ ആഴക്കടൽ ഞാൻ തിരിച്ചറിഞ്ഞു. ജീവിക്കുന്നവനായ യേശുവിനെ എന്നും എൻ്റെ കുടുംബവും മുഖാഭിമുഖം കണ്ട ഒരു വലിയ സംഭവം. 2003 എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഒരു സാധാരണ നിലം വീഴ്ചയിലൂടെ എൻ്റെ ജീവിത പങ്കാളിയുടെ നട്ടെല്ല് പൂർണ്ണമായിട്ടും തകർന്നു പോയ ഒരവസ്ഥ സംഭവിച്ചു. വൈദ്യശാസ്ത്രം വിധിയെഴുതി ലക്ഷങ്ങൾ മുടക്കുള്ള ഒരു മേജർ ഓപ്പറേഷനിലൂടെ അല്ലാതെ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യുവാനില്ല എന്ന്. അനുദിനം അവളുടെ അവസ്ഥ വളരെ ശോധനീയമായിട്ട് കടന്നു വന്നു. ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകുവാൻ കഴിയാത്ത വണ്ണം പൂർണ്ണമായിട്ടും അവൾ ബെഡ് റിഡനായിട്ട് പോകുകയുണ്ടായി. 9 മാസത്തോളം എൻ്റെ കുടുംബത്തിൽ കണ്ണുനീരും പ്രാർത്ഥനയും വിലാപത്തിൻ്റെ അവസ്ഥകളുമായിട്ട് മുന്നോട്ട് പോയി. 9 മാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ധ്യാനം പദത്തിൽ പങ്കെടുക്കുവാനായിട്ട് യാത്ര തുടങ്ങി. ധ്യാനത്തിൻ്റെ ഒടുവിൽ ആരാധനയുടെ സമയത്ത് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ നേരെ തീഗോളം പോലെയുള്ള ഒരു ശക്തി കടന്നു വന്നും തലയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ദേഹമാസകലം അതിശക്തമായ ഒരു കരണ്ട് പാസ് ചെയ്യുന്നത് പോലെയുള്ള അനുഭവമുണ്ടായി. ബോധരഹിതയായി അരമണിക്കൂറോളം അവൾ നിലത്ത് കിടന്നുപോയി. ബോധം തെളിഞ്ഞ് ഉണർന്നെഴുന്നേറ്റപ്പോൾ അവൾ തന്നെ പറഞ്ഞു, എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നു, എനിക്ക് വ്യക്തത കിട്ടുന്നില്ല. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഒരു MRI സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ചികിത്സിക്കുവാനായിട്ട് പോയത്? നടന്നതെല്ലാം ഞങ്ങൾ വെളിപ്പെടുത്തി. ഡോക്ടർ പറഞ്ഞു, നിന്റെ ദൈവം എത്രയോ വലിയവൻ. വൈദ്യശാസ്ത്രം നോ പറഞ്ഞിടത്ത് നിന്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 2 സ്കാനുമായിട്ട് നോക്കിയപ്പോൾ ഒന്നിൽ ബാക്ക് ബോൺ ഇടിച്ച് ബഡ്ജ് ചെയ്ത് കയറി നിൽക്കുന്നു. പുതിയ സ്കാനിൽ അതെല്ലാം നോർമലായിരിക്കുന്നു. പഴയതിൽ ലിഗമെന്റ് ഫ്രാക്ചറായി തകർന്നു കിടക്കുന്നു. പുതിയതിൽ ലിഗമെന്റ് എല്ലാം പുതിയ ലിഗമെന്റ് വെച്ചതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. അന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു, മെഡിക്കൽ സയൻസ് സർട്ടിഫൈ ചെയ്യുന്നു, ഇനി ഈ മകൾക്ക് നടുവ് സംബന്ധമായി ഒരു ചികിത്സയും ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ശ്രമിച്ചുകൊള്ളുക, സാധാ ജീവിതത്തിന് ശ്രമിച്ചുകൊള്ളുക, ജോലിക്ക് ശ്രമിച്ചുകൊള്ളുക. ഈ മകൾ ഇന്ന് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ! എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ രോഗത്തിൻ്റെ അവസ്ഥകളാൽ നീറുന്ന ഒരവസ്ഥ വിശേഷത്തിലാണോ പ്രിയ ദൈവ പൈതലേ നീ എന്ന് ചിന്തിച്ചുകൊള്ളുക. ആ ദൈവം അന്നും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കണ്ണുനീരോടെ അവൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു മകനെയും മകളെയും വെറും കൈയോടെ പറഞ്ഞയക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ അവൻ ശേഖരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു പ്രാർത്ഥന പോലും ദൈവസന്നിധിയിൽ
സ്വീകരിക്കാതെയോ കേൾക്കപ്പെടാതെയോ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സ്നേഹത്തിന് മുൻപിൽ ഇനി നിരാശപ്പെടല്ലേ, ഇനി സങ്കടപ്പെടല്ലേ, ജീവിതത്തെക്കുറിച്ച് ഭാരപ്പെടല്ലേ. പ്രത്യാശയുടെ പുതിയ അധ്യായം ആരംഭിക്കുവാനായിട്ട് നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്നേഹത്തെ പുകഴ്ത്തി നമുക്ക് വീണ്ടും പാടാം. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാ, ലോകരക്ഷകൻ യേശുവിനാ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേപ്പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേപ്പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പാടിയാലും നമുക്ക് മതി വരത്തില്ല പ്രിയപ്പെട്ടവരെ. അത്ര കണ്ടവൻ അനുദിന ജീവിതത്തിൽ നമ്മെ കാത്തു പരിപാലിക്കുന്നവനാ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തെ തകർന്നടിഞ്ഞ എൻ്റെ ജീവിതത്തെ അവൻ കരം പിടിച്ചുയർത്തിയത്. വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി 7 വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു. പ്രാർത്ഥനയിലൂടെ പ്രത്യാശ കൈവെടിയാതെ ഞങ്ങൾ 7 വർഷം കാത്തിരുന്നു. അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഉറ്റമിത്രങ്ങൾ ഇവരൊക്കെ എന്നെ വല്ലാതെ നിർബന്ധിച്ചു തുടങ്ങി. IVF, ടെസ്റ്റ് ട്യൂബ് ശിശു, ഇങ്ങനെയുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു ജീവന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ് ശുശ്രൂഷയിൽ കടന്നു ചെല്ലുമ്പോൾ പല മക്കളിൽ നിന്നും വേദനയോടെ ഞാൻ കേട്ടു, മറ്റനേകർക്കു വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങുന്ന ബ്രദറാ, സ്വന്തം ജീവിതത്തിൽ എന്തേ അനുഗ്രഹിച്ച് പ്രാർത്ഥന മേടിക്കാത്തെ? ഇതൊക്കെ കാപട്യമാണോ എന്ന് നേരിട്ട് കേൾക്കുന്നപ്പോൾ വേദനിച്ചു, ഒരുപാട് വേദനിച്ചു. നാട്ടിൽ ചെന്നപ്പോൾ സ്നേഹ കൂടുതൽ കൊണ്ടാവാം, ബന്ധുമിത്രാദികളിൽ നിന്ന് കണ്ണുനീരിൻ്റെ ഒരുപാട് അവസ്ഥകളുണ്ടായി. അവരെല്ലാം നിർബന്ധിച്ചു, വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുക, ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുക. എന്നാൽ എൻ്റെയും ജീവിത പങ്കാളിയുടെയും ഹൃദയത്തിൽ ഞങ്ങൾ അടിവരയിട്ട് തീരുമാനിച്ചു, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ഒരു വൈദ്യശാസ്ത്രമോ ഒരു മരുന്നോ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ജീവനെ ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ആ ദൈവം ഇന്നും ശക്തന. വൈദ്യശാസ്ത്രം എത്ര കണ്ട് വളർന്നാലും ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ജീവൻ എൻ്റെ ഈശോയുടെ മാത്രം സമ്പത്താ. ഞങ്ങൾ ഉറച്ചു തീരുമാനിച്ചു, എന്ന് ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുന്നുവോ അന്ന് മതി ഒരു പൈതൽ. ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഉറപ്പിച്ചു, വിശ്വാസത്തെ ഞങ്ങൾ ഉറപ്പിച്ചു. അനേകരുടെ മുൻപിൽ ഞങ്ങൾ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഏറ്റുപറഞ്ഞ ഒരു മകനെയോ മകളെയോ ദൈവത്തിൻ്റെ മുൻപിൽ ലജ്ജിതനാക്കുവാൻ അവൻ ഇട വരുത്തുകയില്ല. നാട്ടിൽ നിന്നും മടങ്ങി വന്ന് ആദ്യ മാസം തന്നെ ഒരു തപസ് ധ്യാനമൊക്കെ കൂടുവാനായിട്ട് വഴിതെളിച്ചു. തപസ്സൊക്കെ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞങ്ങൾ കാത്തിരുന്ന ആ വലിയ അനുഗ്രഹം, ഒരു ജീവന്റെ തുടിപ്പ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഗർഭപാത്രത്തിൽ എൻ്റെ സ്വർഗത്തിലെ പിതാവ് നിക്ഷേപിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, അനേകരുടെ മുൻപിൽ ലജ്ജ കൊണ്ട് തലതാത്തുവാനായിട്ട് അവൻ വീണ്ടും ഇടവരുത്താത്ത വണ്ണം എല്ലാ അപമാന ഭാരങ്ങളെയും അവൻ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിക്കൊണ്ട് 7 വർഷത്തിൻ്റെ ഒടുവിൽ അവൻ അനുഗ്രഹീതനായ, പൂർണ്ണാരോഗ്യവാനായ, സുന്ദരനായ ഒരു പൈതലിനെ നൽകിക്കൊണ്ട്, ഒരു മോനെ നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. മോൻ വന്ന് 2 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഒരു മോളെ കൂടി നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ അവൻ അത്യനുഗ്രഹത്തോടുകൂടി കാത്തു പരിപാലിച്ചു. മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ലജ്ജിതനാക്കുവാൻ ഇടവരുത്താത്ത ഒരു ദൈവം.
പ്രിയ സഹോദര സഹോദരി, തലമുറയുടെ ബന്ധനത്തിൽ നീ ഇന്ന് ഭാരപ്പെടുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കുറിച്ച് നീ ഇന്ന് ഭാരപ്പെടുന്നുണ്ടോ? ഒരു കുഞ്ഞിനു വേണ്ടി നീ ഇന്ന് കാത്തിരുന്ന് പ്രത്യാശ കൈവിടിഞ്ഞ അവസ്ഥയാണോ? പ്രിയ ദൈവ പൈതലേ, ജീവന്റെ ദാതാവ് ഇന്നും ദൈവമാണ് എങ്കിൽ വിവാഹമെന്ന കൂദാശയിലൂടെ വാഗ്ദാനമാണ് ഒരു പൈതൽ. വചനം പറയുന്നു, ഗർഭപാത്രം ഞാൻ അടച്ചു കളയുമോ? പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ അടച്ചു കളയില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. വിശ്വാസത്തിൻ്റെ മുൻപിൽ മല മാറുമെന്ന് ദൈവം പറഞ്ഞതാണ് എങ്കിൽ നിന്റെ ജീവിതത്തിലെ തലമുറയുടെ ബന്ധനം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ ഈ നിമിഷം തന്നെ മാറും. ഉറച്ചു വിശ്വസിക്കാമോ? അവൻ്റെ സ്നേഹത്തെ കൂടെ നിന്ന് ഒന്ന് പാടി സ്തുതിക്കാം. നമുക്ക് ചേർന്ന് പാടാം. നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരതിൽ വന്നിടു നീ. യേശുരാജനായി വന്നിടു നീ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമാം യേശുവിനെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയെ കീഴും സ്നേഹത്തേക്കാൾ, ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ.